കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണീ. കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണീ. കഥ 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 കാക്കത്തൊള്ളായിരം, കഥ 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 കാക്കത്തൊള്ളായിരം. കടലിന്റെ തീരത്ത് കടലിന്റെ തീരത്തണയണ തിരകൾ പറയണ കഥയാണ്. കായലോളത്തിലെ കളിയോടം കണ്ട കന്നിനിലാവിന്റെ കഥയാണ്. പടവരമ്പത്തെ പുൽനാമ്പിനോട് പുലരി പറഞ്ഞൊരു കഥയാണ്. മാനം മുട്ടണ കൊടുമുടിയോട് മൂവന്തി പറയണ കഥയാണ്. മൂവന്തി പറയണ കഥയാണ്. കഥ 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 കാക്കത്തൊള്ളായിരം. ഇങ്ങ് കൊണ്ടുവാ മോളെ. ഭാര്യരെ പോലെ സത്യസന്ധനായ ഒരാളെ സംശയിക്കേണ്ടി വന്നല്ലോ. ഭയങ്കര കഷ്ടമായിപ്പോയി. സാരമില്ല, ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ട്. അതല്ലേ ഏറ്റവും വലിയ പ്രായശ്ചിത്തം. അതെ, ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, എല്ലാം വന്നു ഭവിക്കുകയല്ലേ ചെയ്തത്. അല്ലെങ്കിൽ എല്ലാവരുടെയും സംശയങ്ങൾ ബാക്കി നിന്നേനെ. അപ്പം ബ്ലേഡ് സാദിന്റെ കാര്യമോ? കയ്യിൽ വന്ന മഹാലക്ഷ്മി അല്ലേ, രാത്രി പുറത്താക്കണ്ട. ഇനി രാവിലെ നമുക്ക് സാധനെ വിളിക്കാം. ഇങ്ങോട്ട് വരുത്തണ്ട. ആ വൃത്തികെട്ടം വീട്ടിൽ വരുന്നതേ ശകുനപ്പഴയാ. അങ്ങോട്ട് കൊണ്ട് ചെന്നം കൊടുക്കാം, അല്ലേ ഗംഗേ? അത് മതി. എന്നാ പിന്നെ സൗദാമിനി പണം കൊണ്ടങ്ങ് സൂക്ഷിച്ചു. രാവിലെ എടുക്കാനുള്ളതാണെന്ന് കരുതി കൂട്ടിവെക്കാൻ മറക്കണ്ട. രൂപ 5 ലക്ഷമാ. ഇനി ഏതായാലും കുളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ ഒരു മിഷൻ വിജയകരമായി പൂർത്തിയാക്കി. ഇത്ര എളുപ്പത്തിൽ സോൾവ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതെ, നന്ദി പറയേണ്ടതേ ആ മനുഷ്യനോടാ, ഇടശ്ശേരി ഭാസ്കരൻ നായരോട്. അയാളെ നിങ്ങൾ കണ്ടില്ലായിരുന്നെങ്കിൽ ഇത് വല്ലോ നടക്കുമായിരുന്നോ? ഗംഗയുടെ കയ്യിൽ നിന്ന് ഈ പൈസ അടിച്ചു മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടിയേനെ. സൗകര്യം പോലെ ആ ഭാസ്കരൻ നായർക്ക് ഒരു ചെലവ് നടത്തണം കേട്ടോ. ഏത് ഇടശ്ശേരി ഭാസ്കരൻ നായർ? അങ്ങനെ ഒരു ആളില്ല എന്റെ സൗദാമിനി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരാളുണ്ടായിരുന്നു. സ്കൂളിൽ നമ്മൾ അദ്ദേഹത്തിന്റെ പദ്യം പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ഇടശ്ശേരി ഭാസ്കരൻ നായർ എന്നുള്ള ഒരാളെ ഞാൻ അറിയേയില്ല. പിന്നെ ഞാനൊരു നമ്പർ ഇട്ടല്ലേ. ബാഹുലേനെ കുറിച്ച് എന്റെ ശ്രീമതി എന്താ കരുതിയിരിക്കുന്നേ?
ഗംഗയുടെ ബാഗിലിരിക്കുന്ന പണം നമ്മുടെ ബാഗിൽ വരണം. നേരെ ചൊവ്വേ നോക്കിയാൽ നടക്കില്ല. ഗംഗ ചില്ലറക്കാരിയല്ല. അപ്പൊ എന്തെങ്കിലും തന്ത്രം പ്രയോഗിക്കാതെ രക്ഷയില്ല. അതേസമയം 5 ലക്ഷം തരത്തിന് കയ്യിൽ വന്നിട്ടും പിടുങ്ങാതിരുന്ന വാര്യരെ ഒറ്റിക്കൊടുക്കുന്നതും ശരിയല്ല. അത്രയ്ക്കെങ്കിലും ഒരു മനസാക്ഷി കാണിക്കണ്ടേ നമ്മള്? അങ്ങനെ ഞാൻ സാങ്കല്പികമായി സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് ഇടശ്ശേരി ഭാസ്കരൻ നായർ. എങ്ങനെ ഉണ്ട്? അയ്യോ, എന്നാലും എന്റെ സാറേ, നിങ്ങള് ബാഹുലേനല്ല, വണ്ടീച്ചോറാ. ഇനി ഇതുപോലുള്ള ഐറ്റങ്ങൾ എന്റെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചോ? അല്ല, അതെ, പണം എന്ത് ചെയ്യാനാ പരിപാടി? സൗകര്യം പോലെ നമുക്ക് ആലോചിക്കാം. അല്ല, എനിക്കൊരു അഭിപ്രായം പറയാനുണ്ടായിരുന്നു. കേൾക്കാം. നിങ്ങൾ അച്ഛന്റെയും മോന്റെയും പേരിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്ടം പോലെ തുക കിടപ്പുണ്ട്. പിന്നെ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലും അതിൽ കാര്യമായി ഒന്നും ഇല്ലാത്തൊരാൾ ഇവിടെ ഉണ്ട്. ഞാൻ അല്ല, പേര് സൗദാമിനി ബാഹുലേൻ അങ്ങനെ നീളത്തിലൊന്നുണ്ട്. പക്ഷേ നിക്ഷേപം തുച്ഛമാ. അല്ല, ഗംഗയുടെ കയ്യിൽ 5 ലക്ഷം രൂപ വന്നു എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് ഞാനാണേ. അതുകൊണ്ട് ഈ തുക എന്റെ പേരിൽ ബാങ്കിൽ ഇടണം. അതാണ് ഉചിതം. അല്ല, എന്താ ഗാഢമായ ഒരു ചിന്ത? സൗദാമിനിയുടെ ആവശ്യം ന്യായം, ആഗ്രഹം സ്വാഭാവികം. പക്ഷെ ഒരു സംഗതിയുണ്ട്. സാജന്റെ 5 ലക്ഷം നമ്മൾ കൊടുത്തു തീർത്തതാ. ഇവളുമാരോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്നിട്ടും നമ്മുടെ മരുമോള് ഇടയിലൂടെ ഒരു ചോദ്യവുമായിട്ട് വന്നു. സത്യത്തിൽ ആ തുക കൊടുത്ത ആരാ? രമേശനാ. അതുകൊണ്ട് ഈ 5 ലക്ഷം രമേശന് അവകാശപ്പെട്ടതാ. അതല്ലേ അതിന്റെ ഒരു ന്യായം? അല്ലെങ്കിൽ അവസാനം വരുമ്പോ നമ്മുടെ കാര്യം ഗോപിയാ. നിന്റെ അക്കൗണ്ടിൽ ഇട്ടാലും ഒടുവിൽ അത് ചെന്ന് ചേരുന്നത് രമേശിന്റെ കൈകളിലല്ലേ. അതുകൊണ്ട് പിണങ്ങാതെ. എനിക്ക് പിണക്കൊന്നുമില്ല. 5 ലക്ഷത്തിനെ സാജൻ പലിശ ചോദിച്ചില്ലായിരുന്നോ? അതെത്രയാ? 60,000 രൂപ. ചോദിച്ചതല്ലേ ഉള്ളൂ, നമ്മള് കൊടുത്തില്ലല്ലോ. അത് നിങ്ങളുടെ മിടുക്ക്. മാധവ മാഷ് ഉണ്ടായിരുന്നെങ്കിലേ പലിശ കൃത്യമായി അയാൾ വാങ്ങിക്കില്ലായിരുന്നോ? അക്കാര്യം സംശയം എന്താ? പിടിച്ചു നിർത്തി വാങ്ങിക്കുവായിരുന്നു. അല്ലേ പിന്നെ സാധനം എന്താ നേട്ടം? അവനെ പണത്തിന്റെ ബിസിനസ് നടത്തുന്നവനാ. പലിശയാ ബ്ലേഡുകാരന് മിച്ചം. അങ്ങനെ ഇടപാട് തീർക്കാൻ പറ്റൂ. എങ്കിൽ ഈ ഇടപാടും അങ്ങനെയല്ലേ തീർക്കേണ്ടത്? അതിനെ പൈസ വാങ്ങിയ മാഷ് ജീവിച്ചിരിപ്പുണ്ടോ സൗദാമിനി പലിശ കൊടുക്കാൻ? വേണ്ട. പകരം മാഷിന്റെ സർവവുമായ വാര്യരുണ്ടല്ലോ. വാര്യരോ? അതെ, അയാളെ നിങ്ങളിപ്പോ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത് നിർത്തിയിരിക്കല്ലേ. അത്രയൊക്കെ മതി. പഴയതൊന്നും നിങ്ങൾ അത്ര പെട്ടെന്ന് മറക്കണ്ട. ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കാനും നിങ്ങൾക്കെതിരെ കൊടി പിടിക്കാനും കുറെ നടന്നല്ലേ അയാള്. അതിനുള്ള പണിയാണെന്ന് കൂട്ടിക്കോട്ടെ. കയ്യിൽ ഇഷ്ടം പോലെ പണം ഉള്ളതല്ലേ. 60,000 രൂപ അങ്ങോട്ട് ഇറക്കട്ടെ. അതുകൊണ്ട് വാര്യരുടെ കയ്യിൽ നിന്ന് ആ പലിശ വാങ്ങിക്കണമെന്നാ എന്റെ അഭിപ്രായം. അതൊരു ഐഡിയ ആണല്ലോ സൗദാമിനി. നമുക്ക് പോകാത്ത മറ്റൊരു ബുദ്ധിയുണ്ട്. 5 ലക്ഷം തിരികെ ഗംഗ ഏൽപ്പിച്ച് നല്ലവനായ വാര്യര് പലിശ മുഖ്യതായിരിക്കൂ. എന്തായാലും 5 ലക്ഷം രൂപ കൊടുത്ത് മാഷിനെ സഹായിച്ച ആ യഥാർത്ഥ പുള്ളി ഉണ്ടല്ലോ, അയാളുടെ കയ്യിൽ നിന്ന് വാര്യര് പലിശ കൈപ്പറ്റിയിട്ടില്ല എന്ന് എന്താ ഒരു ഉറപ്പ്? ഇങ്ങനെ മാതൃക കാണിക്കുന്ന ചില വിദ്വാൻമാർക്ക് അങ്ങനെ ചില തട്ടിപ്പുകളുണ്ട്. എങ്കിൽ വാര്യരെ ഒന്നുകൂടി പോയി കാണുക തന്നെ വേണം. അങ്ങനെ ചുളുവിനയാള് മഹാത്മാഗാന്ധി ആവണ്ട. 60,000 രൂപ ഇവിടെ കിട്ടിയാലേ നമുക്കതൊരു അധിക ലാഭമാണെന്ന് ഓർക്കണം. കിട്ടിയാലും നല്ല കിട്ടണം. കരക്കിരുന്ന് മീൻ പിടിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ്. ഒന്നുകിൽ വാര്യര് തരണം, അല്ലെങ്കിൽ യഥാർത്ഥ കടക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരണം. എങ്കിൽ നാളെ വാര്യരെ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. ഓർക്കാപ്പുറത്തുള്ള തിരിച്ചടിയാണല്ലോ മോളെ കിട്ടിയത്. എന്തൊക്കെ കണക്കുകൂട്ടലായിരുന്നു. എല്ലാം ആലോചിച്ച് നടപ്പിലാക്കാനുള്ള തീരുമാനം എടുത്തപ്പോഴാ ഇങ്ങനെ.
ഭാര്യരെങ്കിലും ഒരു ആപത്തിലേക്ക് തള്ളിവിടാൻ കഴിയാത്തതുകൊണ്ട് എല്ലാം സത്യവും ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ പോലീസുകാരെല്ലാം ചേർന്ന് ആ പാവത്തിനെ ചതിക്കുമായിരുന്നു. ഇവിടെ കൊണ്ടിട്ട് നമ്മുടെ മുന്നിലിട്ട് മർദ്ദിക്കാനും അവർ മടിക്കില്ല. അങ്കിളിനെ ഉപദ്രവിക്കാന്ന് വെച്ചാ അത് നമ്മുടെ അച്ഛനെ ഉപദ്രവിക്കുന്ന പോലെയല്ലേ? അതിന് ഞാൻ നിമിത്തമാവുന്നത് എങ്ങനെ സഹിക്കാൻ കഴിയും? പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമില്ലെന്ന് കണ്ടപ്പോഴാണ് ഞാൻ. മുല്ലമുറ്റത്തേക്ക് പോയി താമസിക്കാന്നുള്ള ആഗ്രഹം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല മോളെ. അതിന് സാധിക്കില്ല. ഇന്ന് രാവിലെ ബാഹുലൈൻ അങ്കിളിനോട് ഞാൻ അക്കാര്യം സംസാരിച്ചതേ ഉള്ളൂ. വായു ഭക്ഷിച്ച് ജീവിക്കുമെന്ന് ആദ്യം എന്നോട് ചോദിച്ചത്. അപ്പൊ എനിക്ക് മറുപടി ഉണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പണത്തിന്റെ ധൈര്യത്തിലാണ് സംസാരിച്ചത്. അയാളത് മറക്കില്ല. അമ്മയും കൊണ്ട് മുല്ലമുറ്റത്തേക്ക് പോകുന്നില്ല എന്നിനി ചോദിക്കും. ശകലം മുമ്പ് കണ്ട മോളെ വിളി 5 ലക്ഷം രൂപ മുൻനിർത്തിയുള്ള സ്നേഹപ്രകടനാണെന്ന് ആർക്കും അറിയാത്തത്. ഇനി എല്ലാവർക്കും പഴയ സ്വഭാവമായിരിക്കും. തറവാട്ടിലേക്ക് ഇനി എപ്പോഴാ പോകുന്നതെന്ന് ചോദിച്ചാ എന്ത് മറുപടി പറയുമെന്ന എന്റെ ടെൻഷൻ. രമേശേട്ടന്റെ അച്ഛൻ ചോദിക്കുകയുള്ളൂ. അമ്മയുടെ നാവിന്ന് എന്തൊക്കെ വീഴുമെന്ന് കേട്ടറിയണം. ഒരു ധൈര്യത്തിന് അമ്മയും കൂട്ടി പോകാന്ന് വെച്ചാ നമ്മുടെ പുരയിടത്തിലെ ആദായം കൊണ്ട് കഷ്ടിച്ച് 2 പേർക്ക് ജീവിച്ചു പോകാന്നല്ലാതെ അമ്മയെ ചികിത്സിക്കാനുള്ളതൊന്നും അവിടെ നിന്ന് കിട്ടില്ല. അമ്മയെ തനിച്ച് വീട്ടിലാക്കിയിട്ട് നിനക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനും പറ്റില്ല. നമ്മുടെ ജീവിതം ഇവിടെ എരിഞ്ഞടങ്ങത്തേ ഉള്ളൂ ഗീതേച്ചി. മുൻജന്മ ശാപമോ ദുർവിധിയോ എന്തായാലും വാതിലും ജനലുള്ള ഈ ജയിലിൽ നിന്ന് മോചനം കിട്ടുമെന്ന് തോന്നുന്നില്ല. ദൈവം ഉണ്ടെന്ന് പറയുന്നത് വെറുതെയാണെന്ന് തോന്നി പോവുക. അങ്ങനെ പറയാതെ ഗംഗേ. എങ്ങനെ പറയാതിരിക്കും? എത്ര നാളായി അനുഭവിക്കാൻ തുടങ്ങിയത്? ഞാൻ തെറ്റ് ചെയ്തവളാ. അതിനുള്ള ശിക്ഷ എനിക്ക് മാത്രമല്ലേ കിട്ടേണ്ടത്? അച്ഛനെയും അമ്മയും ഒരു കുടുംബത്തിനെ മുഴുവനും ശിക്ഷിക്കണോ? എന്താണ് അതിന്റെ നീതി? മോളെ, ഇല്ല, അമ്മ എങ്ങനെ രക്ഷപ്പെടുത്തണം, അതിനെന്താ വഴിയെന്ന് ഞാൻ നോക്കും. അതിൽ നിന്ന് ഞാൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ഭാര്യരെ ഇന്ന് തന്നെ കണ്ട് പലിശക്കാരും പറയണം കേട്ടോ. അത് തീരുമാനമായി കഴിഞ്ഞ കാര്യമാണ്. രാവിലെ അയാളെ കണ്ട് ഈ ശുഭകാര്യം അറിയിച്ചിട്ടേ സ്റ്റേഷനിലേക്ക് പോകുന്നുള്ളൂ. ഒത്താലെ ഇന്ന് തന്നെ രൂപ 60,000 വാങ്ങിക്കുകയും ചെയ്യും. രമേശിനെവിടെ ഓഫീസിൽ പോയോ? എന്തിനാ അവനെയും കൊണ്ട് പോകുന്നേ? ഭാര്യരെ കാണാനോ? അതിന് ഞാൻ തന്നെ അധികമാ. രമേശൻ പോയോ ഇല്ലയോ എന്ന് പറ. ഇല്ല. എന്നാലേ അവനെ ഈ വിളി. 5 ലക്ഷം രൂപ കൈയോടം കൊടുത്തേക്കാം. ഇപ്പൊ കൊടുക്കാനോ? പിന്നല്ലാതെ ഇന്നലെ തീരുമാനിച്ചല്ലേ. ഒരു രാത്രി മുഴുവനും നിന്റെ അലിമാരിയിൽ ഇരുന്നല്ലേ ആ പണം. അതുകൊണ്ടൊന്ന് തൃപ്തിപ്പെടണ്ടേ സൗദാമിനി? നീ മോനെ വിളിക്ക്. രമേശാ, ആ എന്താ അച്ഛൻ വിളിക്കുന്നു. ഞാൻ എന്താ വരുന്നു. എന്താ സൗദാമിനി, ഇതാ നീ കൊടു. അച്ഛൻ തന്നെ കൊടുത്താ മതി. രമേശ, രാവിലെ ഐശ്വര്യമായിട്ട് ഇത് അങ്ങോട്ട് പിടി. നിന്റെ അക്കൗണ്ടിൽ നിന്നല്ലേ 5 ലക്ഷം എടുത്ത് സാധനം കൊടുത്തത്? 5 ലക്ഷം അക്കൗണ്ടിലിട്ടോ. ഞാൻ ചോദിച്ചില്ലല്ലോ അച്ഛാ. അത് നിന്റെ മര്യാദ. ചോദിക്കാതെ തന്നെ തരേണ്ടത് ഞങ്ങളുടെ മര്യാദ. ഇതൊന്ന് എണ്ണി നോക്കണേ. എന്താ അച്ഛാ അത്? തടികൃഷ്ണോ? നിങ്ങളെന്താ എന്നെ നോക്കുന്നത്? ഇതിപ്പോ നമ്മൾ 3 പേരെ കണ്ടുള്ളൂ. അതങ്ങനെ ഇരിക്കട്ടെ. എടുത്തു മാറ്റിയ കാശ് സൗദാമിന് അങ്ങ് കൊടുത്തേരെ. ഞാൻ എടുത്തു മാറ്റിയെന്നോ? ഒരുമാതിരി ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ.
നീ ബഹളം ഉണ്ടാക്കാൻ സൗദാമിനി. ആ. ഒരു കൈ അബദ്ധം ആർക്കും പറ്റും. ഇത് സാരമില്ല. നിന്റെ അക്കൗണ്ടിൽ ഈ തുക ഇടണമെന്ന് നീ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാന്ന്. ആ. നീ അത് മോന് കൊടുത്തേക്ക് സൗദാമിനി. കൊടുക്ക് കൊടുക്ക്. ദേ, നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. ദേ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഈ പൊതി അതേപോലെ ഞാൻ അലമാരി കൊണ്ട് വെച്ചതാ. എന്നിട്ട് ഇപ്പഴാ ഇത് തുറന്നു നോക്കുന്നേ. എടുക്കാനാണെങ്കിൽ എനിക്ക് ഒളിവും മറവിന്റെ ഒരു ആവശ്യമില്ല. അപ്പൊ പിന്നെ പൈസ എവിടെ? ഹാ, അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്. അതിശയമായിരിക്കുന്നല്ലോ. ഒരതിശയോ ഇല്ല. ഒന്നുകിൽ ഭാര്യർ അല്ലെങ്കിൽ ഗംഗ, അവരിൽ ആരോ പണി പറ്റിച്ചതാ. മിക്കവാറും അവളായിരിക്കും. നമ്മൾ രഹസ്യം കണ്ടുപിടിച്ചപ്പോ പണം എടുത്ത് മാറ്റിവെച്ച് ഈ സൂത്രപ്പണി കാണിച്ചതായിരിക്കും. എങ്കിൽ വെറുതെ വിടരുത്. രമേശ, അത് പൊതിഞ്ഞെടുക്ക്. എന്നിട്ട് വാ. ഗംഗേ, എടി ഗീതേ, ഗംഗേ, ഇവിടെ വാ. രാത്രി ശരിക്കും ഉറങ്ങിയോ അതോ പൈസയുടെ കാര്യം ഓർത്തുള്ള ടെൻഷൻ ആയിരുന്നോ? കണ്ണുരുട്ടി നോക്കണ്ട. 5 ലക്ഷം രൂപ നീ എവിടെ വെച്ചു? മനസ്സിലായില്ലേ? ആ പണം നീ എങ്ങോട്ട് മാറ്റിയെന്ന്? അത് ഞാൻ ഇന്നലെ തന്നതല്ലേ? തന്നോ? എല്ലാവരും നിൽക്കുമ്പോഴല്ലേ ഞാൻ ആ പൈസ തന്നത്. ദേ, നിർത്തടി അഹങ്കാരി. ഞങ്ങളെ മണ്ടുമാരാക്കുന്നോ നീ? രാവിലെ ഈ 2 പേരുടെ മുന്നിൽ ഞാൻ കള്ളിയായി. എന്താ അമ്മ സംഭവിച്ചത്? സംഭവിച്ചതോ? സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ തന്നെ ഒന്ന് കാണട്ടെ. നോക്കടി നോക്കടി. രൂപ ഇപ്പൊ ഇങ്ങനെയാണോടി? ഞാൻ തന്നത് ഇതല്ല, പൈസയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സൗദാമിനി, ഇനി തല്ലണ്ട. ഇവള് പറഞ്ഞത് കേട്ടില്ലേ? ഇവള് തന്നത് പൈസയാണെന്ന്. അതിനകത്ത് ഞാൻ കള്ളിയാണെന്നല്ലേ? ചേട്ടത്തി അനിയത്തി ചേർന്ന് ഒത്തുകളിയാ. രണ്ടിനെ ഞാൻ വെച്ചേക്കില്ല. ഗംഗയുടെ കയ്യിലിരുന്ന പൊതിയിലെ പണം ഗീത കണ്ടോ? കണ്ടില്ല അച്ഛാ. അതെന്താ, പൈസ കാണുന്ന നിനക്ക് അലർജിയാണോ? സത്യം പറഞ്ഞോണം. സത്യം ഞാൻ പറഞ്ഞത്. ഈ കവർ കണ്ടു എന്നല്ലാതെ അത് തുറന്ന് ഞാൻ കണ്ടില്ല. സംശയമൊന്നും വേണ്ട, ഇവള് തന്നെ ആ പണം മാറ്റിയത്. എനിക്ക് ഉറപ്പാ. ആന്റി, തള്ളയും കൊണ്ട് തറവാട്ടി പോണത് ഇവള് പറഞ്ഞില്ലേ? 5 ലക്ഷം കയ്യിലിരുന്ന അഹങ്കാരത്തില അവൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. ഇങ്ങനെയൊന്നും ചോദിച്ചാ പോരാ. സ്റ്റേഷനിൽ കൊണ്ടുപോയി നിങ്ങളുടെ വനിതാ പോലീസിനെ കൊണ്ട് ശരിക്കൊന്ന് കൈകാര്യം ചെയ്യിപ്പിച്ചാൽ ഇവള് സത്യം പറയും. എടുത്തോണ്ട് പെരുമാറണം ഇവളെ. ഇങ്ങനൊന്നും പറയാതെ. നിന്റെ വക്കാലത്ത് വേണ്ട. ഞാനാണ് പണം എടുത്തതെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും എന്റെ മോനും അവന്റെ അച്ഛനും സംശയിച്ചു. ഇവര് കള്ളിയായി കണ്ട എനിക്ക് സത്യം അറിയാനുള്ള അവകാശം ഉണ്ട്. തൂണ് പോലെ നിൽക്കാതെ സത്യം പറയടി. എവിടെയാ പണം ഒളിപ്പിച്ചത്? അയ്യോ അമ്മേ, ഗീത ഇതിൽ ഇടപെടരുത്. അതോ നീയും കൂട്ടുപ്രതിയാണോ? രണ്ടുപേരും ചേർന്നാണോ പണം മാറ്റിയത്? എന്തൊക്കെയാ അമ്മേ ഇത്? എന്തൊക്കെയാണെന്ന് കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇതൊരു നടക്ക് തീരൊന്നും തോന്നുന്നില്ല. ദേ, നിങ്ങൾ ഇവിടെ സ്റ്റേഷനിലേക്ക് കെട്ടിയെടുക്കുന്നോ അതോ വനിതാ പോലീസിനെ ഇങ്ങോട്ട് വിളിക്കണോ? ഇവിടെ വെച്ചാവട്ടെ ചോദ്യം ചെയ്യല്. സൗദാമിനി ഒന്ന് അടങ്ങ്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇനി ഗംഗേ, ഇതൊരു നിസാര വിഷയമല്ല, കേസാവുന്ന സംഭവമാ. ഇഷ്യൂ ആയാൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ കള്ളം കാണിച്ചിട്ടില്ല അങ്കിൾ. അമ്മ സത്യമായിട്ട് ഞാൻ പണം എടുത്തിട്ടില്ല. ഇവിടെ ഒരു കള്ളസത്യം. അച്ഛൻ ചോദിക്കട്ടെ അമ്മേ. വായറാണി പൊതി ഗംഗ ഏൽപ്പിച്ചെന്നുള്ള ഉറപ്പാണോ? അതെ അങ്കിൾ, ഗിരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. അന്നേരം കവറിനുള്ളിൽ പൈസ ഉള്ളത് ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. അവിടെ നിന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു? ഗിരിയുടെ അമ്മയും സഹോദരിമാരും. പണം മടക്കി തന്നപ്പോ കവർ തുറന്നു നോക്കിയില്ല എന്നുള്ളത് സത്യമാ. എന്നെ തിട്ടപ്പെടുത്തണോന്ന് സുലോചന ചേച്ചി പറഞ്ഞതാ. അന്നേരം ഞാൻ അത് കാര്യമാക്കിയില്ല. ഈ പറയുന്നൊക്കെ സത്യമാണോ? അതെ അങ്കിൾ.
എന്നാ നീ എന്റെ കൂടെ വാ. എങ്ങോട്ടാ? വന്നിട്ട് പറയാടി. അമ്മ സുലോചനയുടെ പാവം കണ്ട നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയുള്ളെന്ന് തോന്നുമല്ലോ. പവിത്രൻ ജോലി അന്വേഷിച്ച് മദ്രാസിൽ പോകുന്നതിന് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അതൊരു നല്ല കാര്യമല്ലേ? അല്ലെങ്കിൽ ആണുങ്ങളായ അച്ഛ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കാതെ അന്തസ്സായിട്ട് ജോലി ചെയ്ത് കുടുംബം പോറ്റണം. പവിത്രൻ ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായതിന് സന്തോഷിക്കല്ലേ വേണ്ടേ? ഭാഷ പോലും അറിയാതെ അന്യനാട്ടിൽ ആരുടെ സഹായം ഇല്ലാതെ പവിത്രയുടെ എങ്ങനെ ജീവിക്കും അമ്മേ? വേറെ രാജ്യത്തേക്കൊന്നും അല്ലല്ലോ, തമിഴ്നാട്ടിലേക്കല്ലേ പവിത്രേട്ടൻ പോയത്. തമിഴും മലയാളം തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഭാഷ പെട്ടെന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും എത്രയോ പേര് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു. ഭാഷ ഒരു പ്രശ്നമേ അല്ല. ഓ, നിനക്കത് പറയാം. നിന്റെ ആരും അല്ലല്ലോ പോകുന്നത്. ഇതുവരെ വീട്ടിൽ നിന്ന് മാറാത്ത മനുഷ്യനാ. എന്തേലും മനസ്സിൽ കാണാതെ പവിത്രേട്ടൻ ഇങ്ങനൊരു യാത്രയ്ക്ക് തയ്യാറാവില്ല. തമിഴ്നാട്ടിൽ ആരെങ്കിലും കാണും. പിന്നെ അവിടെ നിന്റെ അമ്മായിയപ്പ ഇരിക്കുന്നു. ഞാൻ അന്വേഷിച്ചതാ, പവിത്രൻ അവിടെ ഒരു പരിചയക്കാരും ഇല്ല. എന്നിട്ടും പോകാൻ തീരുമാനിച്ചെങ്കിൽ പവിത്രൻ അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിട്ടാ. പോട്ടേടി, എല്ലാം കൊണ്ടും അതാ നല്ലത്. നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാട് അതാ. ആണൊരുത്തം വീട്ടിലുണ്ടെങ്കിൽ അതനുസരിച്ച് ചാപ്പാടുണ്ടാക്കി കൊടുക്കണ്ടേ? പിന്നെ അമ്മയുടെ പറച്ചിലേട്ടാ തോന്നും പവിത്രേട്ടുള്ളോണ്ട് ഇവിടെ എന്ന് സദ്യയാണെന്ന്. എന്നാണോ ഞാൻ പറഞ്ഞേ? ഈയടാ, അവന്റെ കയ്യിലിരിപ്പിന് സദ്യ ഉണ്ടാക്കി കൊടുക്കാനും തോന്നും. ചന്ദ്രദാസിനെ കാണുമ്പോ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന്റെ മണമടിക്കില്ലേ? പതിവില്ലാതെയുള്ള നമ്മുടെ നീക്കങ്ങൾ കാണുമ്പോൾ ഗംഗയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ എന്നാ എന്റെ പേടി. ഗംഗയെ കല്യാണത്തിനായി സ്പോട്ടിലെത്തിക്കേണ്ടത് ബാഹുലേന്റെ ഉത്തരവാദിത്വമാണ്. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ. കാട്ടുചോലക്കുളിരലയോട് കാറ്റു പറഞ്ഞൊരു കഥയാണേ, കുരുന്നുപൂവിൻ കവിളുരുമി കരിവണ്ടോതിയ കഥയാണേ.